ഹലോ വിവേഴ്സ്, എന്തൊക്കെയുണ്ട് വിഷയം? സുഖല്ലേ? ഇന്നത്തെ സ്വർണ്ണ വില ചെല്ലുമ്പോൾ ചെറുങ്ങനെ കുറഞ്ഞൊരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട്, നമ്മളെല്ലാവരും മുഖത്തില്ലേ. എന്ത് നമ്മൾ ഇന്ന് ഹാപ്പി ആകാൻ കാരണം യാവത്തിന്റെ യാതിക്ക് എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഹാപ്പിയാ? എന്നെ കണ്ണു ചൊല്ലിക്കൊടുക്കുക. ഗോൾഡ് റേറ്റ് കമ്മി. അത് ഓളോട് ഞാൻ ചോദിക്കുന്നുണ്ടല്ലേ, എങ്ങനെ ഞമ്മ ഹാപ്പിയാ? എന്തുകൊണ്ട് നമ്മ ഇന്ന് ഹാപ്പിയാ എന്ന് കന്നഡ അല്ലെങ്കിൽ ചോദിക്കില്ലേ? ಯಾಕೆ ನಾವು ಇವತ್ತು ಹ್ಯಾಪಿ ಆಯ್ತು? ಹೌದು, ಗೊತ್ತಾಯ್ತಾ? അതായത് സ്വർണത്തിന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം സന്തോഷമായി. എന്താ ഞങ്ങൾ സന്തോഷമാണ്? നിങ്ങൾക്ക് വില കുറച്ച് തരാൻ കഴിയും ഇല്ലേ? അപ്പോൾ നിങ്ങൾ സന്തോഷമാണ്, ഞമ്മ സന്തോഷമായി. ഹാപ്പി ടു ഹാപ്പി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. എന്ത് പറയും? 6 ഗ്രാം, അതായത് 6 ഗ്രാമിൽ നമ്മൾ ഒരു ബേബിക്ക്, നമ്മളൊക്കെ ഒരു കൊച്ചുകുട്ടിക്ക്, അതായത് ഞങ്ങളുടെ നാട്ടിൽ, നമ്മൾ കാസർഗോഡ്, നമ്മളെ മലയാളം ചെല്ലും 40ൻ്റെ പരിപാടി ചെല്ലും, 28ൻ്റെ പരിപാടി ചെല്ലും, കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ടൽ ചെല്ലും. ഓക്കെ. അപ്പോൾ നക്കിനിക്കിൽ എന്തില്ല ചെല്ലല്? നാപ്പ് കുളിക്കുമ്പോൾ കിടാകെ ബംഗാരം ഇട്ടു. അർത്ഥമില്ലേ? നാപ്പ് കുളിക്കുമ്പോൾ കിടാകെ ബംഗാരം ഇട്ടു. തുളുലി എന്ത് ചെല്ലല്? ഐറ്റംസോ ഇത് കുറച്ച് കഷ്ടമുണ്ട്, ഇത് ചെല്ല കയ്യല്ല. എന്നെങ്കിൽ ഞാൻ പഠിക്കും. ഈ എന്നോട് എല്ലാവരും ചോദിക്കും, എന്താ പറയുക, നിങ്ങൾ എന്ത് ഇങ്ങനെയെല്ലാം മുണ്ടുന്നേ? എനിക്ക് ഭയങ്കര ഇഷ്ടം തുളു മുണ്ടാന്, കന്നഡ മുണ്ടാന്, നഗ്നിക്ക് മുണ്ടാൻ എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ചെല്ലുന്നത് മനസ്സിലായോ? എനിക്ക് മലയാളം നന്നായിട്ട് മുണ്ടാൻ അറിയൂ. പക്ഷെ എനിക്ക് ഇവിടെ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ, കർണാടക വന്നിട്ടാകുമ്പോൾ നമുക്ക് എന്ത് മുണ്ടാൻ തോന്നുന്നത്? നിങ്ങൾ ചെല്ലുന്ന പോലെ നമുക്ക് ചെല്ലാൻ തോന്നും. ഭയങ്കര നിങ്ങളോട് എനിക്ക് അസൂയ തോന്നും. ಮತ್ತೆ ರಿಯಲ್ ಆയിട്ട് ഭയങ്കര അസൂയ എന്ത് ചെല്ലല്? ആസെ എന്താ തമിഴിലൊരു പാട്ടുണ്ട്. അപ്പോൾ ആസ, അതുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. കുറേ ആളാണ് എന്ത് ചെല്ലുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ ലാംഗ്വേജ് പഠിക്കണം, ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് കന്നഡ എന്നെ മുണ്ടിയാൽ മതി, ഇല്ലെങ്കിൽ നീ ബ്യാരി മുണ്ടിയാൽ മതി. നീ എന്നോട് തുള്ളു എന്നെ മുണ്ടിയാൽ മതി. തുള്ളുവിൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. തുള്ളുവിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിങ്ങനെ എക്സ്ട്രീം എന്നൊക്കെ പറയാം. ഓക്കെ. എന്തായാലും നമുക്ക് നമ്മൾ കളക്ഷൻസിൽ പോവാം. പിന്നെ ನಿಮ್ಮ ಹೆಸರು ಎಂಥದ್ದು? ಅಫ್ರೀನಾ. ಅದೇ ನಮ್ಮ ಅಕ್ಕ ಏನೇ ಹೆಸರು? ರಕ್ಷಿತ್ ಅಕ್ಕ. ಮತ್ತೆ ಅಫಜು, ಪ್ರತೀಶ್ ಕನ್ನಡ ಮಾತಾಡ? ಇಲ್ಲ. ತುಳು ಮಾತಾಡು? ತುಳು ಬರ್ಪೂಜಿ? ಇಲ್ಲ. ಇದು ನಕ್ನಿಕ್ಕು ಗೊತ್ತುಂಟಾ? ಇಲ್ಲ. എന്തുള്ള നമ്മൾ പോലത്തെ നമുക്ക് കുറച്ചൊക്കെ അറിയാം, എനിക്ക് എന്തറിയില്ല, ഒരു രക്ഷപ്പെട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷൻസ്, ഇന്നത്തെ നിന്റെ എത്ര സെറ്റ്? എൻ്റെ 6 ഗ്രാമിലാണ്. 6 ഗ്രാം കുറച്ച് ടാസ്കില് ഇതാണ് സെറ്റാണ്. ഓക്കെ. ഇത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയിൻ നോക്കാം. ഒരു 7 പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് 7 പ്രോഡക്റ്റ് ഉണ്ട്, 7 കളക്ഷൻസ് ഉണ്ട്. 7 കളക്ഷൻസ് ಇದೆ. അതിൽ ആദ്യം ചെയിൻ നോക്കാം നമുക്ക്. ഓക്കെ. ചെയിൻ ಎಷ್ಟು ഗ്രാം ಇದೆ? 1 ഗ്രാം 614 മില്ലി ഉണ്ട്. 1 ഗ്രാം 614 മില്ലി ಇದೆ ಅಲ್ವಾ? ನೋಡಿ, ഇതാ 1 ഗ്രാം 600 മില്ലി. 1 ഗ്രാം 640 ಅಲ್ವಾ? 640 ಇಲ್ವಾ? 640. അപ്പോൾ കണ്ട, 1 ഗ്രാം 600 മില്ലിക്കെല്ലാം കിടാക്കളെ ചെയിനെല്ലാം ഉണ്ട് ആൻറ്റി ഗോൾഡിൽ. ഓക്കെ. ಮತ್ತೇದು ಒಂದು ಬ್ರೇಸ್ಲೆಟ್ ನೋಡಿ, ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ? 1 ಗ್ರಾಮ್ ಸ್ವಲ್ಪ ಕಡಿಮೆ ಇದೆ ಅಲ್ವಾ? 917 മില്ലി. 917 മില്ലി. അതിന് കന്നഡ അല്ലേ 917 ചെല്ലേ? ಹಾಂ 9. ಹೌದು. ಕನ್ನಡ 917. ನಮ್ದೆಲ್ಲ ಗೊತ್ತು. ಇದು ಒಂದು ಇದು ನೋಕು, ചെറിയ കുഞ്ഞ് മറ്റേ അത് വെച്ചിട്ടുണ്ട്. ലോക്കറ്റ്, ലോക്കറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകം പറയേണ്ട കാര്യം. അതുപോലെ കരിമണി വള വെച്ചിട്ടുണ്ട്. കരിമണി വള ഉണ്ട്. പിന്നെ ഒരു കൊച്ചു റിങ് വെച്ച്, അത് നല്ല രാജ്കോട്ടിന്റെ റിങ് നല്ല ഉണ്ട്, രാജ്കോട്ടിന്റെ ഡിസൈൻ. അതുപോലെ നല്ല കാതിന്റെ ബ്ലാക്ക് സ്റ്റോൺ. ഇത് ഇങ്ങനെ നല്ല മാച്ച് ചെയ്ത്. ഇതുള്ളത് ആകെ 1 ഗ്രാം അല്ലേ? 1 ഗ്രാമിന് കടിമെ ഉള്ള ಒಂದು കരിമണി വള നല്ല അടിപൊളിയാണ്. അതുപോലെ ഇത് പാദസരം ഉണ്ട്, 2 ഗ്രാം. ടോട്ടല് ഇത് എത്ര വരുന്നത്? 6 ഗ്രാം. 6 ഗ്രാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നെക്ലേസ്, ഒരു ചെയിന്, ഒരു വാച്ച് ടൈപ്പ് ബ്രേസ്ലെറ്റ്, ഒരു ലോക്കറ്റ്, ഒരു കരിമണി ബാംഗിള്, ഒരു റിങ്, ഒരു കാതിൻ്റെ, ഒരു പാദസരം എല്ലാം കൂടി വരുന്നുള്ളത് 3/4 പവൻ. 6 ഗ്രാം 380 മില്ലി ഇല്ലേ? ഇത് ടോപ്പായി, അടിപൊളിയായി.
ഇതാണ് ആൻറ്റി ഗോൾഡ് ചെല്ലുന്നത്. എന്തറിയോ, നമ്മ മാത്രമല്ല ഓടുള്ള എല്ലാവരും ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് നിങ്ങൾക്ക് എന്ത് വേണ്ടത് അത് നമ്മൾ സെറ്റാക്കി തരും. അത് എന്തൊന്നുമില്ല, നിങ്ങൾക്ക് 6 ഗ്രാം വേണം. അതാ നോക്ക് 4 പൗണ്ടിൽ മിനിഞ്ഞാൻ നമ്മൾ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 പൗണ്ടിൽ ഒരു ബ്രൈഡലിന് ഒരു കസ്റ്റമർ വന്ന് ഭയങ്കര ബേജാറിൽ പുള്ളി വന്നിട്ടാകുമ്പോൾ അസ്വിച്ച് അസ്ലാം അലി ഇങ്ങനെ വീഡിയോയിൽ കാണലുണ്ട്, ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. മാഷാ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആരോടും നമുക്ക് ഭയങ്കര പിരിസ് തന്നെയല്ലേ. അതൊരു പ്രത്യേക പിരിസ്, എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഓരോ കണ്ട് ഭയങ്കര ഇഷ്ടമായെങ്കിൽ അങ്ങനെ കഥയെല്ലാം മുണ്ടി അയാളോട് എൻ്റെ അതേ പ്രായമുണ്ട്. പറഞ്ഞ അനിയത്തിൻ്റെ മംഗലുണ്ട്, പിന്നെ ആകെ 4 പൗണ്ട് എൻ്റെ പൈസകൾ കൊടുക്കാൻ എന്താക്കുന്നത്, ഞാൻ അവിടെ നീന്തി ബേജാറാക്കുന്നത് 4 പൗണ്ടിൽ എന്തെങ്കിലും സെറ്റാക്കാൻ കഴിയും. അങ്ങനെ മാല എന്തെങ്കിലും ആക്കി കൊടുത്തേ, വള മാല മോതിര സെറ്റ് എല്ലാം ഞമ്മാക്കിയിട്ട് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചേരണ്ട, ഞമ്മ സെറ്റാക്കി തരും. പൈസ എത്രയുള്ള അത്ര പൊന്നാക്കിയിട്ട് കൊടുക്കും, ചൂടാക്കിയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 6 ഗ്രാമിൽ, അതായത് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ടൈമിൽ, അതായത് നല്ല ഹൈയിൽ പോകുന്ന ടൈമിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എന്ത് തളിച്ചു കൊടുക്കാം. എന്താക്കും ബേജാറാക്കിയാറുണ്ട ആൻറ്റി ഗോൾഡിൽ ബന്ധം. ഇപ്പോൾ കാസർഗോഡ് നിന്ന് പകരം ഇവിടെ മംഗലാപുരത്ത് തന്നെ ഉണ്ട്. ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെറിയ പൈസക്ക് നിങ്ങളുടെ കടയിൽ സന്തോഷമാക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമാക്കാം, വൈഫ് ഹൗസിൽ സന്തോഷമാക്കാം, ഭയങ്കര ഹാപ്പി ആക്കാം. ഡോണ്ട് വറി. ഓക്കെ, നെക്സ്റ്റ് എത്ര നിൻ്റെ ഉള്ളേ? 1 പവനിൽ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നല്ല മൊഞ്ചുണ്ടല്ലോ, ഇതെല്ലാം എല്ലാം കല്ലിൻ്റെ തന്നെ കളി ചോളിനെ കുടിച്ചിരുന്നു അല്ലേ, നല്ല ഉണ്ട്. ഇത് നെക്ലെസ്, ഇത് 1 ഗ്രാം 939 മില്ലി വരും. 1 ഗ്രാം 939 മില്ലി. ആ, പിന്നെ വരുന്നത് ബ്രാസിലെറ്റാണ്. ഓക്കെ, അത് എത്രയുണ്ടോ? അത് 990 മില്ലി. ഓക്കോ, പിന്നെ ഇത് പാദസരം ഉണ്ടല്ലേ, ലെഗ് ചെയിൻ എത്ര ഉള്ളേ? ಇದು 1 ಗ್ರಾಮ್ 300 ಮಿಲಿ, 1 ಗ್ರಾಮಿನ ಕಡಿಮೆ. ಹೌದು. ಮತ್ತೊಂದು ಇದು ಮೋದ್ರ ಸೆಟ್ಟು 2 ಗ್ರಾಮ್ ಅಲ್ಲ, ಹ್ಯಾಂಡ್ ಸೆಟ್ 2 ಗ್ರಾಮ್ 800, 3 ಗ್ರಾಮಿನ ಕಡಿಮೆ. ಮತ್ತೊಂದು ಇದು നല്ല ಚೆನ್ನಾಗಿದೆ, ಒಳ್ಳೆಯದು ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಇದು ನೋಡಿ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಇದು ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ ನೋಡಿ, ಗ್ರಾಮ್ ನಿಮಗೆ ಗೊತ್ತಿಲ್ಲ ಅല്ലേ? 30 ಮಿಲಿ. 1 ಗ್ರಾಮ್ 30 ಮಿಲಿ ಇದೆ ನೋಡಿ, അടിപൊളി, നല്ല ഉണ്ടല്ലേ, അടിപൊളിയായി. ടോട്ടല് 1 പവൻ അല്ലേ? 1 പവനിൽ ഇപ്പോൾ നമ്മളെ ചങ്ങായിൻ്റെ ഇവൻ്റെ കഥ എന്താ വെച്ചില്ലെങ്കിൽ 1 പവനിൽ നല്ല കളക്ഷൻസ്, അതായത് നല്ല ഉണ്ട്, നല്ല ഒരു ഗ്രാൻഡ് ഉണ്ട് അല്ലേ, ഒരു ഗ്രാൻഡ് ലുക്ക് നല്ല ഉണ്ട്. വെളിയെല്ലാം അടിച്ചിട്ടാകുമ്പോൾ നല്ല ഉണ്ട് അല്ലേ, ഒരു ഷൈനിങ് ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് ഉസാറാക്കിന്. ഇത് 1 പവൻ ഇല്ല കേട്ടോ, 8 ഗ്രാം ചെല്ലിന് 8 ഗ്രാം ഇല്ല, അതോടെ ഉണ്ട് ഇത് വെച്ചിട്ട് 8 ഗ്രാം ഇല്ല, 7 ഗ്രാം 913 അൽവാ. ആ, 7 ഗ്രാം 913. ആ, എന്തുകൊണ്ട് ഇത് ടോപ്പായി, നീ ഉസാറാക്കി, വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ളത് നമ്മളെ പോലെ തന്നെ എല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന തന്നെ അല്ലേ. അപ്പം നെക്സ്റ്റ് അക്ക ಎಷ್ಟು ಗ್ರಾಮ್ ಇದಕ್ಕೆ ಇದು? ಇದು ಬಾಲಿಗೆ ತೊಟ್ಟಿಲ್ ಪಾಡ್ಲಾಂಚಿನ ಐಟಮ್ಸ್. ಓಕೆ, ಹೆಣ್ಮ ಐಟಮ್ಸ್ ಉಂಡು. ಓಕೆ ಅಕ್ಕ ಧೈರ್ಯമായിട്ട് ಮಾತಾಡಿ, ಏನು ತಂದು ಬೇಜಾರು ಮಾಡಬೇಡ ಅಲ್ವಾ? ಹಾಂ, ಧೈರ್ಯമായിട്ടാ. ಇದು ಸೊಂಟ ಚೈನು ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ? ಇದು 4 ಗ್ರಾಮ್. 4 ಗ್ರಾಮೇ ಉಳ್ಳು. ಚೆನ್ನಾಗಿದೆ. ಮತ್ತೆ ಅದು ಬ್ಯಾಂಗಲ್ ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ ಅಕ್ಕ? ಅದು 1 ಗ್ರಾಮ್ ಕಮ್ಮಿ ಉಂಟು, 740 ಮಿಲಿ. ಹೌದಾ? ಅದು നല്ല ಚೆನ್ನಾಗಿದೆ ಇದು, നല്ല പൊലിമ ಇದೆ. പൊലിമ ಕನ್ನಡಕ್ಕೆ ಒಳ್ಳೆ ಕಾಣಲಿಕ್ಕೆ ಇದೆ, ಮಸ್ತ್ ಪೊರ್ಲುಂಡು. ಹೌದು ಪೊರ್ಲು ಇದೆ. ಇದು ಲೆಗ್ ಚೈನ್, ಕಾರ್ಡ್ ಚೈನ್. ಇದು 2 ಗ್ರಾಮ್ 50 ಮಿಲಿ ಉಂಟು. 2 ಗ್ರಾಮ್ 50 ಮಿಲಿ ಇದೆ. ಮತ್ತೆ ಇದು ಚೈನು, ಇದು 1 ಗ್ರಾಮ್ 64. 1 ಗ್ರಾಮ್ 64. ಹೌದು ಚೈನ್. ಅದು ಬೇಬಿದು ಅಲ್ವಾ? ಬೇಬಿ ಚೈನ್. 1 ಗ್ರಾಮ್ 1.5 ಗ್ರಾಮೇ ಉള്ളു, പക്ഷെ നല്ല ഉണ്ട് ಚೆನ್ನಾಗಿದೆ. ಇದು ಬೇಬಿ ರಿಂಗ್. ಬೇಬಿ ರಿಂಗ್ ಎಷ್ಟು? ಇದು 100 ಮಿಲಿ, 100 ಮಿಲಿ ಅಲ್ವಾ? 270 ಮಿಲಿಗ್ರಾಮ್. 270. ಮತ್ತೆ ಇದು നല്ല ഇത് സ്റ്റഡ് 1/2 ഗ്രാമിൻ്റെ നമ്മളെ ബേബി മക്കൾക്ക് ഇടാൻ പറ്റുന്ന നല്ല കമ്മലട്ടോ, അടിപൊളി കമ്മൽ, നല്ലുണ്ട്, നല്ല രസമാണ് കാണാൻ, നല്ലുണ്ട് അല്ലേ. ഇതിൽ തീരുന്നില്ല, ഇതിനൊരു വാച്ച് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ಎಷ್ಟು കളക്ഷൻസ് ಇದೆ, ಎಷ್ಟು 1 2 3 4 5 6 7 കളക്ഷൻസ് ಇದೆ, ವೆರೈಟಿ ಡಿಸೈನ್ಸ್ ಇಲ್ಲ. ಟೋಟಲ್ ಎಷ್ಟು ಗ್ರಾಮ್ ಇದಕ್ಕೆ? ಇದು 10 ಗ್ರಾಮ್ ಇದೆ ಅಲ್ವಾ? 10 ಗ್ರಾಮಿಗೆ ಇದು ಚೆನ್ನಾಗಿದೆ. ரொம்ப ಚೆನ್ನಾಗಿದೆ, ಅಡಿಪೊಳಿ. ಹೌದು. ನೆಕ್ಸ್ಟ್
ನಿಮ್ಮ ಹೆಸರು ನನಗೆ ಮಿಸ್ಸಾದ ಹೆಸರು ಮಿಸ್ಸಾದ അഫ്രീന എൻ്റെ ചെല്ലെങ്കിലുണ്ടല്ലേ ഓള് നെക്നിക്ക് ചെല്ലുന്നുണ്ടല്ലേ അത് ഒന്നൊന്നൊരു ബ്യാരി ഓള് ബ്യാരി മുണ്ടും മഞ്ഞല്ലേ ഞമ്മക്ക് കൊസിയാന്ന് നിന്നോട് മുണ്ടുമ്പോൾ ഞമ്മക്ക് ഭയങ്കര കൊസിയാന്ന് എന്തറിയാം നിന്റെ ബ്യാരില്ലേ ഊടെ മുണ്ടുന്ന ബ്യാരിയല്ലേ വേറെ ബ്യാരി അല്ലേ നോക്കോ അതല്ലേ നിങ്ങൾക്ക് ഓള് മുണ്ടുമ്പോൾ അത് അർത്ഥവും ഇതിൻ്റെ ബ്യാരി ഇല്ലല്ലേ ഇതിനെന്തര ചെല്ലറ് കൈത്ര ചെന്നല്ലേ വേറെന്ത് ചെല്ലുന്നുണ്ടായില്ല ഒരു കസ്റ്റമർ വന്നിട്ട് എന്നോട് വേറെന്ത് ചോദിച്ചല്ലേ മജു ഇല്ലപ്പാ ബ്യാരിൽ വേറെന്ത് ചെല്ലുന്നേ നേരത്തെ വന്നിട്ട് ഒരു കസ്റ്റമർ എന്തോ ചോദിക്കുന്നുണ്ടായി നോക്കിയാ ചിന്തിച്ചു നോക്കിയാ ഇല്ലേ ആയിക്കോട്ടെ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമറോട് ഞാൻ പറയുകയാണ് ബ്യാരിയിൽ ഈന് വേറെന്തോ ചെല്ലറേ അത് എന്തെന്നൊന്ന് കമൻ്റ് ആയിട്ട് ഇട്ടു ഓക്കെ ബ്യാരിൽ എന്തോ ചെല്ലറേ നോക്കാല്ലേ ആ അപ്പോൾ ഇതാണ് ഓളെ കഥ എത്ര ഗ്രാം ഉണ്ടോ 12 ಗ್ರಾಮ್ ಓನ್ಲಿ ಹೌದಾ ಅಂದಿರಡು ಗ್ರಾಮ್ ಅಲ್ವಾ ಅಂದಿರಡು ಎಂದಲ್ಲ ಕನ್ನಡದ ಮಾತ್ರ 12 ಓಕೆ 12 ಗ್ರಾಮ್ ಇದೆ ಅದು ನಮಗೆ നമ്മളെ മലയാളത്തില് 12 ഗ്രാം നിങ്ങളെ 12 ഓക്കെ ഓക്കെ എന്തായെങ്കിലും ശരി ഇതെത്ര ഉണ്ട് മോളെ ഇത് ഗ്രാമില്ല ജസ്റ്റ് 965 മില്ലി ഉള്ളി ಹೌದಾ നല്ല ತುಂಬ ಚೆನ್ನಾಗಿದೆ ತುಂಬ ಚೆನ್ನ ಉಂಟು ಮತ್ತೆ ಇದಾವುದು ಎಷ್ಟಿದು ಹ್ಯಾಂಡ್ ಸೆಟ್ 2 ಗ್ರಾಮ್ ഒലി 366 2 ഗ്രാം 230 മില്ലി അല്ലേ പിന്നെ 766 മില്ലി ഓക്കെ ഇത് നമ്മളെ രാജ്കോട്ട് റിംഗ് എഷ്ടുണ്ട് മോള് ഈ റിംഗ് 450 മില്ലി ഒന്ന് ജസ്റ്റ് കാണിക്കുന്നു ഇങ്ങനെ ആർട്ടെങ്കിലും കാണാനല്ലേ കസ്റ്റമർ വിട്ടിടൂ ഓർക്ക് കാണണ്ടേ ചന്തമുണ്ട് നേരെ പിടിക്കൂ മോളെ നേരെ പിടിക്കൂ കണ്ട നോക്കിയേ ചന്തമുണ്ട് നല്ല ഉണ്ട് കണ്ട് നെക്സ്റ്റ് കമ്മൽ എഷ്ടുണ്ടോ ഈ ഡ്രോപ്സ് 7 ഗ്രാം 90 അല്ല 7 മില്ലി 700 മില്ലി ಹೌದು 700 മില്ലിഗ്രാം 1 ഗ്രാമിന് ചുവടെ അಲ್ವಾ ಮತ್ತು ಇದು അരഞ്ഞാണോ 3 ഗ്രാം 490 മില്ലി ഉണ്ട് 3 ഗ്രാം 400 മില്ലിന്റെ അരഞ്ഞാണോ ഇതിൽ വന്നിട്ടുണ്ടോ പാദസരം വന്നിട്ടുണ്ടോ ലെഗ് ചെയിൻ 2 ഗ്രാം 200.8 2 ഗ്രാം 218 അಲ್ವಾ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് പറയുമ്പോൾ ഫസ്റ്റത്തെ നമ്മളെ അല്ലേ പേര് എനിക്ക് മിസ്സാണെന്നിൻ്റെ അതില്ല ഫസ്റ്റ് ചെല്ലി അഫ്രീനാന്റെ ഫസ്റ്റത്തെ സാധനം ചെല്ലുമ്പോൾ 12 ഗ്രാമിലുള്ള ഒരു സെറ്റ് ഇത് 12 ഗ്രാമിൽ അതായത് 1.5 പൗണ്ടിൽ ഒരു ബേബിക്ക് വേണ്ട ഫുള്ള് റെഡി ആക്കിയിട്ട് വെച്ചിന് അതൊന്ന് നെക്സ്റ്റ് ചെല്ലുമ്പോൾ നമ്മൾ അക്കാൻ്റെ എത്ര ഗ്രാം 10 ഗ്രാം അതായത് 1.25 പൗണ്ട് 10 ഗ്രാം 1.25 പവൻ നോക്കുന്നെങ്കിൽ അങ്ങനെയുള്ളൊരു സെറ്റ് ഇതിൽ ഫുള്ള് സെറ്റ് തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് കാതിൻ്റെ ഉണ്ട് വളയുണ്ട് മാലയുണ്ട് എല്ലാം ഉണ്ട് ഇതിൽ അരിഞ്ഞാണം വരെ ഉണ്ട് അല്ലേ അരിഞ്ഞാണം നല്ല ഗട്ടിയുള്ള അരിഞ്ഞാണം ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ അഫ്രാസിൻ്റെ പിന്നെ സ്റ്റോൺ വെച്ച് മാല സ്റ്റോൺ വെച്ച് കാതിൻ്റെ എന്ത് ബ്രേസ്ലെറ്റോ സ്റ്റോൺ വെച്ച് കാലിൻ്റെ സ്റ്റോൺ വെച്ച് ഹാൻഡ്സെറ്റ് സ്റ്റോൺ വെച്ച് ചെബീൻ്റെ എല്ലാം കൂടിയിട്ട് എത്ര ഗ്രാം അഫ്രാസ് വരുന്നത് 1 പൗണ്ടിൽ ഫുൾ അഫ്രാസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സുധീഷിന്റെ പ്രതീഷിന്റെ മാറിപ്പോയത് ഞാൻ പ്രതീഷിനെ വേറെന്ത് വിളിക്കുന്നു ഈ സേ ഒരു കട്ടി മീസ് കാണുമ്പോൾ ഞാൻ കാസായി പോയിരുന്നു അങ്ങനെ വിളിച്ചിരുന്നു അപ്പൊ പ്രതീഷിൻ്റെ 6 ഗ്രാം പ്രത്യേക ക്യാച്ച് ആക്കേണ്ട ഒരു കാര്യം അത് 6 ഗ്രാം ഓൺലി 6 ഗ്രാം ഇന്നത്തെ ഇത്ര ഹൈയിൽ നിൽക്കുക 60,200 ഗോൾഡ് പ്രൈസിലുള്ള അല്ലേ ആ ടൈമിലാണ് 6 ഗ്രാമിന് ഒരു കിടായിന് അത്യാവശ്യമായിട്ട് സാധനം സെറ്റാക്കിയത് നീ ആള് പുലി തന്നെ ഇത് നോക്ക് ഒരു ചെയിനുണ്ട് 1.5 ഗ്രാം ലോക്കറ്റ് വെച്ച് ഇലക്ക് അതുപോലെ തന്നെ കൂടെ ഇത് വെച്ചു ഒരു ബ്രേസ്ലെറ്റ് വെച്ചു പിന്നെ ഒരു കരിമണി വള വെച്ചു പിന്നെ ഒരു റിങ് വെച്ചു പിന്നെ കാതിൻ്റെ വെച്ചു പിന്നെ കാൽച്ചൽ എല്ലാം കൂടിയിട്ട് വരുന്ന 6 ഗ്രാം ഓക്കെ അപ്പോൾ 6 ഗ്രാം 8 ഗ്രാം 10 ഗ്രാം 12 ഗ്രാം ഇങ്ങനെ 4 സെറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട് ഇതെന്ത് ഉദ്ദേശം വെച്ചല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് ഏത് എന്ന് നിങ്ങൾ തിരഞ്ഞിട്ടെടുക്കണം ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട 6 ഗ്രാമാണോ ഇഷ്ടപ്പെട്ടത് നമ്മളെ ചക്കിൻ്റെ
അത് കഴിഞ്ഞിട്ട് നമ്മൾ 8-ൻ്റെ 7-താണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ നമ്മൾ അക്കാൻ്റെ 10 ഗ്രാമിനാണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മളെ ബ്യാരിൻ്റെ 12 ഗ്രാമാണ് ഇഷ്ടപ്പെട്ടത്. ഏത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെല്ലണം. എന്തേ ഓർക്ക് ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെ ഏറ്റവും കൂടുതൽ ചെല്ലിയാര് ഓർക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അർത്ഥമായ ആ നല്ല ടോപ്പ് ഗിഫ്റ്റ് ആയിരിക്കും. നമ്മ തരുന്നല്ല, നിങ്ങൾക്ക് തരുന്നാരി ഓഡിയൻസ് തരുന്ന. എങ്ങനെ തരുന്നത്? ഓർ കമൻ്റ് ഇടും, ഇല്ല നല്ലത് ഏത് എന്ത് കഥ. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓർ തരും. മനസ്സിലായോ? സന്തോഷമായില്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറേ കഷ്ടപ്പെട്ടിന്. ഇതൊന്നും തിരഞ്ഞെടുക്കാൻ ചെറിയ കഥയല്ല. നിങ്ങൾക്കറിയല്ലോ, നിങ്ങൾ എല്ലാവരും പൊന്നെടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇത് പോയി ഷോപ്പിൽ പോയി ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇതാക്കി സെലക്ഷൻ ആക്കി അതിൻ്റെ ഡിസൈൻ നോക്കി അതിൻ്റെ തൂക്കം നോക്കണം, അതിൻ്റെ ബഡ്ജറ്റ് നോക്കണം, എല്ലാം നോക്കിയാൽ കുറേ കഷ്ടമുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ലോണം കഷ്ടപ്പെട്ടിട്ട് സെറ്റാക്കി വെച്ചേ ഇല്ലേ? നിങ്ങളെല്ലാം സഹായിച്ചിട്ട് എന്നെ ആര് ഹെൽപ്പാക്കിയേ? ഷസീൻ. നിങ്ങൾ ആരെ ഹെൽപ്പം? യാരും ഹെൽപ്പൊന്നും ആക്കിയില്ല, ഒറ്റയ്ക്ക് തന്നെ ഒട്ടിക്കാക്കി റെഡിയാക്കിയത്. നിൽക്കാർ ഹെൽപ്പാക്കി നിസാം, നിൽക്കാർ ഹെൽപ്പാക്കി നസ്ല. എല്ലാവർക്കും ഓരോ ഹെൽപ്പിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഓർക്ക് ഷെയർ ആക്കേണ്ട വരും. ഓക്കെ, നിങ്ങൾ ആർക്കും ഷെയർ ആക്കണ്ട, ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോവാ, നിങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോൾ ഇതിൽ ആരത് ജയിച്ചെന്ന് വെച്ചാൽ തരണം. പിന്നെ ഞാൻ നേരത്തെ ചെല്ലോർമ്മണ്ടല്ലേ, നമ്മൾ കന്നഡ പറയുന്നത്, തുളു പറയുന്നത്, അതുപോലെ തന്നെ ബ്യാരി ചെല്ലുന്നത്, ഇതെല്ലാം നമുക്ക് ചെല്ലാൻ ആശയുണ്ട്, ഭയങ്കര ആശ. നിങ്ങൾ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്ത് മുണ്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആവും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിനെങ്കിൽ പൊരുത്തപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് അപ്പോൾ ഓൾ ചെല്ലുന്ന എന്നെ കമന്റ് ആക്കണം. ഓൾ ചെല്ലുന്നു, നിങ്ങൾ ചെല്ലുന്നില്ലേ? തുള്ളിൽ പറഞ്ഞു ഓർത്ത് ഇഷ്ടപ്പെട്ടിട്ട് ഓർത്ത് നിങ്ങൾ, അതായത് 10 പൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെല്ലി കന്നെടുത്ത് മാത്തടി ಕಮೆಂಟ್ಸ್ ಮಾಡಿ ಮತ್ತೆ ನನ್ನನ್ನು ವಿಜಯಿಸಿ. ಹೌದು. എന്താണ് മലയാളത്തിൽ പറയും? 6 ഗ്രാമിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് കമന്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? ഓനാണ് പുലി, ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ അതായത് 6 ഗ്രാമിൽ ഇഷ്ടപ്പെട്ടിട്ട് ഓനെ ഇങ്ങനെ ഓരോരാളെ സെറ്റാക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെല്ലുമ്പോക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമ്മളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കളക്ഷൻസും ഇങ്ങനെയുള്ള തമാശകളും അതുപോലെ അതിൽ തന്നെ പിന്നെ കാര്യങ്ങളും അല്ലേ, കാര്യത്തിൻ്റെ ഇടയ്ക്ക് തമാശ ചെയ്യുന്നില്ലേ, അതാണ് നമ്മളെ വീഡിയോ അല്ലേ? കാര്യത്തിൻ്റെ ഇടയ്ക്ക് തമാശ. അതിന് കന്നഡയിൽ എന്ത് ചെല്ലടാ? കാര്യത്തിൻ്റെ ഇടയ്ക്ക് തമാശ. കാര്യത്തിൻ്റെ ഇടയ്ക്ക് തമാശ എങ്ങനെയാണ് ചെല്ലല്? കാര്യത്തിന്റെ ഇടയ്ക്ക് തമാശ, സീരിയസിന്റെ ഇടയിൽ ജോക്ക് ചെല്ലുന്നത്. അതിനെന്ത് ചെല്ലുന്നത് അറിയാം? ಕೆಲ್ಸದ ಮಧ್ಯದಲ್ಲಿ ತಮಾಷೆ ಜೋಕು അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാം ഞമ്മ നിങ്ങളോടെല്ലാം ചോദിച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പല്ലേ വരും, ബേജാറാക്കിയതാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വെറൈറ്റി കളക്ഷൻ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് നൈസ് ഡേ.